കരിയറിലെ തുടക്കകാലത്ത് പ്രശ്നങ്ങൾ നേരിട്ട നടനാണ് പൃഥ്വിരാജ്. സംഘടനകൾ പൃഥ്വിരാജിനെതിരെ തിരിഞ്ഞ സമയമുണ്ടായിരുന്നു. നടൻ ദിലീപാണ് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയതെന്ന് അക്കാലത്ത് വ്യാപകമായി അഭ്യൂഹമുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ആദ്യമായി തുറന്നു സംസാരിക്കുകയാണ് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ. അമ്മ എന്ന സംഘടന ഉണ്ടാക്കിയ സമയത്തെ ഉദ്ദേശങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. താരനിശകളും മറ്റുമായി മുന്നോട്ട് കൊണ്ടുപോയി പൈസ സമ്പാദിച്ചു, നല്ല പദ്ധതികൾ കൊണ്ടുവന്നു. പിന്നെ അത് ഗ്രൂപ്പിസമായി. രാജുവിനുണ്ടായത് വിലക്കാണ്. അതേക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. അന്ന് ദിലീപാണോ പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയതെന്ന ചോദ്യത്തിന് മല്ലിക സുകുമാരൻ മറുപടി നൽകി. അനന്തഭദ്രം മുതൽ ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ദിലീപാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നുവരെ ദിലീപിനോട് ഞാൻ അത് ചോദിച്ചിട്ടില്ല. പൃഥ്വിരാജ് കയറി വരുമെന്ന് തോന്നുന്നത് കൊണ്ടാണെന്നും ചിലർ പറഞ്ഞു. പിന്നീട് റോമിയോ എന്ന പടത്തിൽ ഞാൻ ദിലീപിന്റെ അമ്മയായി അഭിനയിച്ചു. എന്നോട് ഒരു പിണക്കവും കാണിച്ചിട്ടില്ല. പിന്നെ കേൾക്കുന്നത് ദിലീപ് സംഘടനകളൊക്കെ രണ്ടാക്കി എല്ലാത്തിന്റെയും തലപ്പത്ത് പുള്ളി എത്തിയെന്നാണ്. രാജു പണ്ട് അമ്മയിലുള്ള സമയത്ത് മാപ്പ് പറയണമെന്ന് പറഞ്ഞ സമയമുണ്ട്. അവൻ ഖേദം പ്രകടിപ്പിച്ച സമയത്ത് 2-3 പേർ മുദ്രാവാക്യം വിളിച്ചുപോയി. ആരൊക്കെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പേര് വേണമെങ്കിൽ വെളിപ്പെടുത്താം. ഗണേഷ്, സിദ്ദിഖ്, ദിലീപ് എന്നിവർ പൃഥ്വിരാജിനെതിരെയായിരുന്നു. ഖേദം പറഞ്ഞാൽ പോരാ, മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവരോടൊന്നും വിരോധമില്ല. സുകുവേട്ടനെ സിനിമകളിലെ അവസരം ഇല്ലാതാക്കിയതുപോലെ പൃഥ്വിരാജിനോടും ചെയ്യുമോ എന്ന് തന്നെയാണ് ആശങ്കപ്പെട്ടതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. ഇതെല്ലാം കണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. എന്റെ കുഞ്ഞിനെതിരെ ആയുധമെടുത്തവർക്കൊക്കെ വലിയ ലാഭമുള്ളതായി ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ ആരെയും ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.